ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫോണിലെ ചിത്രങ്ങളെല്ലാം മെറ്റയായി കൊണ്ടുപോകും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പൊതുമധ്യത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ മെറ്റ എടുക്കുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും നിങ്ങൾ പങ്കുവയ്ക്കാത്ത നിങ്ങളുടെ ഫോണിലെ ഫോട്ടോകളും നിർമ്മിത ബുദ്ധിയെ പരിശീലിപ്പിക്കാനായി എടുക്കാൻ മെറ്റ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. ഫേസ്ബുക്കിൽ സ്റ്റോറി പങ്കുവയ്ക്കാൻ ശ്രമിച്ച ഉപഭോക്താക്കളാണ് ഇക്കാര്യം ശ്രദ്ധിച്ചത്. സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ വന്നു. ക്ലൗഡ് പ്രോസസ്സിംഗിന് വേണ്ടി ഉപഭോക്താക്കളെ ക്ഷണിക്കുന്ന ഫീച്ചറായിരുന്നു അത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നാം. എന്നാൽ ഈ സെറ്റിംഗ്സ് വഴി മെറ്റയ്ക്ക് നിങ്ങളുടെ ഫോണിലെ ക്യാമറ റോൾ പരിശോധിക്കാനും ചിത്രങ്ങൾ മെറ്റയുടെ ക്ലൗഡിലേക്ക് നിരന്തരം അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോട്ടോ കൊളാഷുകളും ഇവന്റ് റീക്യാപ്പുകളും AI ജനറേറ്റഡ് ഫിൽറ്ററുകളും ജന്മദിനം, ഗ്രാജുവേഷൻ പോലുള്ള വിശേഷ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് സജഷനുകളുമാണ് കമ്പനി പകരം വാഗ്ദാനം ചെയ്യുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സ്വകാര്യ ചിത്രങ്ങൾ ഉൾപ്പെടെ വിശകലനം ചെയ്യാനുള്ള അനുമതി കൂടിയാണ് ഇതുവഴി മെറ്റയ്ക്ക് ലഭിക്കുക. ഈ സംവിധാനത്തിലൂടെ മെറ്റയുടെ AI ഫീച്ചറുകൾ കൂടുതൽ മികച്ചതാവുമെന്നതിൽ സംശയം വേണ്ട. 2007 മുതൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പങ്കുവയ്ക്കപ്പെട്ട പബ്ലിക് ഉള്ളടക്കങ്ങളെല്ലാം ജനറേറ്റീവ് AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മെറ്റ നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ക്ലൗഡ് പ്രോസസ്സിംഗ് ഫീച്ചർ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള സൗകര്യം മെറ്റ ലഭ്യമാക്കിയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ അതിനുള്ള സൗകര്യം ലഭ്യമാണ്. ക്ലൗഡ് പ്രോസസ്സിംഗ് ഓഫ് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ ഡേറ്റയെല്ലാം നീക്കം ചെയ്യുമെന്ന് കമ്പനി പറയുന്നു.